अरे भाई क्या हुआ भाई, मेरे वर्कशॉप में गाड़ी में बदला नहीं। अच्छा अच्छा अच्छा, हाँ आएगा आएगा പോയേगा, ആയേगा. ശുക്രിയ ശുക്രിയ, ശുക്രിയ. ഹോ, ഈ പ്രഥമ ദിവസത്തെ ഒന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതെങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു എൻ്റെ ദൈവമേ. ഹോ, എങ്ങനെ നീ മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ എന്താടാ പണി ചെയ്യാതെ മാനത്ത് നോക്കിക്കൊണ്ടിരിക്കണ? അല്ല ആശാനെ, എനിക്കൊരു സംശയം. ഈ തെങ്ങാണ് ആദ്യം ഉണ്ടായത്, തേങ്ങയാണ് ആദ്യം ഉണ്ടായത്? അത് പിന്നെ തെങ്ങ്. എടാ നിന്നെ ഉണ്ടാക്കിയാലേ നിന്റെ വീട്ടുകാരെ അവിടെ വിഷമിച്ചിരിക്കുന്നത്, അപ്പോഴാണ് അവൻ്റെ ഒരു തെങ്ങ്. എടാ നിന്റെ അടുത്ത് ഈ വണ്ടിയുടെ കിക്കർ മാറ്റാൻ പറഞ്ഞിട്ട് നീ കിക്കർ മാറ്റിയാടാ? ഓ, ആദ്യം ശമ്പളം താ, എന്നിട്ട് നിക്കർ മാറ്റാം. അറിയാമോ, നാളെ ഇടാ നിക്കറില്ല, ഇപ്പോഴും ഇല്ല. എടാ പൊട്ടാടാ, നിന്റെ അടുത്ത് നിക്കണ്ട കാര്യമല്ലടാ പറഞ്ഞ, കിക്കർ മാറ്റിയാന്ന് വണ്ടിയുടെ. അത് മാറ്റിയാ? എവിടെയാടാ ഇവിടെ ഇരുന്ന് കിക്കർ? മൊയിലാളി അല്ലേ മാറ്റാൻ പറഞ്ഞത്, ഞാൻ മാറ്റി. എടാ ഇതിലെ പഴയ കിക്കർ മാറ്റിയിട്ട് പുതിയ കിക്കർ വെക്കാനാണോ നിന്റെ അടുത്ത് പറഞ്ഞത്? അത് മൊയിലാളി എന്നെ തെളിയിച്ച് പറയാനല്ലേ നീ മനസ്സിലാവൂ. എന്റെ ദൈവമേ. എടാ എന്നിട്ടാ പുതിയ കിക്കർ എവിടെയാടാ മോനെ? അത് കിക്കർ വാങ്ങാൻ പോയപ്പോൾ ചേച്ചി പറഞ്ഞ് ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാൻ. അപ്പോഴ് കിക്കർ വാങ്ങിച്ചിട്ട് തിരിച്ചു വരണ വഴിക്ക് ഒരു കൊക്ക് വഴിയിൽ. അപ്പോഴാണെങ്കിൽ കിക്കർ എടുത്ത് കൊക്കിനെ ഇറങ്ങി കൊന്ന് ഞാൻ കൊക്കറച്ചിയായിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മളിന്ന് കൊക്കറച്ചിയാണ് കഴിക്കാൻ പോണേ, വാ നമുക്ക് കഴിക്കാൻ പോകാം. എടാ പന്നി, മര്യാദയ്ക്ക് എവിടെന്നെങ്കിലും ഒരു കിക്കർ എടുത്തോണ്ട് ഇന്ന് ഇവിടെ കൊണ്ട് വയ്ക്കണം. അല്ലെങ്കിൽ എടാ 3 മാസമായുള്ള ഈ വണ്ടി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇപ്പം വരും, അങ്ങനെ എന്നെ ഒന്ന് പഞ്ഞിക്കിടയുള്ളൂ. മാസിരി, വണ്ടി ശരിയായ? അത് പിന്നെ സാറേ വണ്ടി ഫുൾ റെഡിയാണ്, പക്ഷെ കിക്കറില്ല. അതിനെന്താ വണ്ടിയുടെ ഹാൻഡിലല്ലേ കുഴപ്പം? കിക്കർ എന്തിൻ്റെ ഊരിയ? അത് പിന്നെ സാറേ ഈ ഹാൻഡിൽ പിടിച്ചിട്ടല്ലേ കിക്കർ ചവിട്ടണത്. അപ്പോൾ ഈ ഹാൻഡിലിന് ബലം കിട്ടണമെങ്കിൽ കിക്കറും കൂടെ മാറ്റിയാലേ പറ്റൂ. അതുകൊണ്ടാണ് കിക്കറും കൂടെ മാറ്റി. എന്നാൽ പിന്നെ കിക്കർ മാറ്റിക്കോടെ, നാളെ എങ്കിലും കിട്ടുകൂടെ വണ്ടി? എൻ്റെ സാറേ നാളെ ഉറപ്പായിട്ടും കിട്ടൂല, അടുത്ത ആഴ്ച എന്തായാലും തന്നിരിക്കും. ഞാൻ അല്ല, എൻ്റെ പണിക്കാരനാണ് സത്യം. സാറിപ്പോൾ ധൈര്യമായിട്ട് പോയിട്ടോ. ഏത് പാണ്ഡവൻ്റെ കാലത്താണെന്ന് വണ്ടി ഉണ്ടാക്കാൻ കൊടുത്തത്, അടുത്ത വർഷമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓ ജീസസ്. ആശാനെ എഞ്ചിൻ നോക്കട്ടാ? തൊട്ടുപോലെ അതിൽ. ഇനി ആ വണ്ടിയുടെ പണി ഞാൻ ചെയ്തോളാം. എടാ നിന്റെ അടുത്ത് ആ കാറിന്റെ എഞ്ചിൻ മാറ്റി വെക്കാൻ വന്നിട്ട് അതെങ്കിലും നീ മാറ്റി വെച്ചാടാ. അത് ഞാൻ മാറ്റി വെച്ചു, പക്ഷെ കുറെ ബാക്കി വന്നു. ഓ എവിടെ? എന്തോന്നാ ഇത്? വീഗാർഡിന്റെ എഞ്ചിനാ? ഇതെങ്ങനെ വച്ച്? അത് വെൽഡൊക്കെ ചെയ്താണ് വെച്ചത്, എങ്ങനെയെങ്കിലൊക്കെ വച്ച്. നിനക്കിത് എവിടെ നിന്നാ കിട്ടിയത്? അതവിടെ സിറ്റ് ഔട്ട് ഇരുന്ന്. എടാ നിന്റെ അടുത്ത് മുറിക്കകത്ത് വെച്ചിരുന്ന എഞ്ചിനല്ലേ അടുത്ത് വെക്കാൻ പറഞ്ഞത്? അത് കിണറ്റിനകത്ത് വെക്കാൻ വേണ്ടി ശരിയാക്കിക്കൊണ്ട് വെച്ചിരുന്ന വാട്ടർ പമ്പാണ്ടാ അത്. സോറി, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. വണ്ടിയുടെ എഞ്ചിന് വാട്ടർ പമ്പ് തിരിച്ചറിഞ്ഞൂടാത്ത കഴുത. ആശാനെ ഇതിപ്പോ ലാഭമായില്ലേ? ഇതിലിപ്പോ ഇനി വെള്ളം ഒഴിച്ച് ഓടിയാൽ മതിയല്ലേ? പെട്രോളിലേക്ക് എന്താ വില? എന്റെ ശ്രീ പത്മനാഭ.